മുഹമ്മദ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. വൈകിട്ട് കിടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. അഭിജിത്ത് മുഴക്കുന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വിശദാംശങ്ങൾ. അഭിജിത്ത്. ടി.കെ. ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇത് പൂർത്തിയാകും. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. മയ്യത്ത് നമസ്കാരം ചുങ്കം ടൗൺ ജുമാ മസ്ജിദിലാണ് നടക്കുക. ശേഷം കിടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി.കെ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ഈ തലയ്ക്കുള്ള ക്ഷതം ഏറ്റിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. 70% തലച്ചോറിന് പരിക്ക് പറ്റി എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെയാണ് ഷഹബാസ് വെന്റിലേറ്ററിലാകുന്നത്. ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഈ നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് ഷഹബാസിനെ എത്തിച്ചത് എന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ ഡോക്ടേഴ്സ് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടാകും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 5 പേർ അല്പസമയം മുൻപാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരായത്. നിലവിൽ ഇവരെ വെള്ളിമാടുകുന്നിലുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. ഇവർക്ക് പരീക്ഷ എഴുതണമെന്നുള്ള ഒരു ആവശ്യം ഇവരുടെ രക്ഷിതാക്കൾ കോടതിക്ക് മുൻപാകെ വെച്ചിരുന്നു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ വെച്ചിരുന്നു. അത് അംഗീകരിച്ച ബോർഡ് ഇവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അനുവാദം കൂടി നൽകിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇവരെ ഇപ്പോൾ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പോലീസിന്. അതിനൊക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിയതിന് ശേഷം അവിടെ എത്തി ഇവർക്ക് ഈ ചോദ്യം ചെയ്യലുമായി പോലീസിന് മുൻപോട്ട് പോവുകയും ചെയ്യാം. ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ് ടി.കെ. കാരണം ഈ 5 പേരല്ല, ഇതിൽ കൂടുതൽ പേർ ഷഹബാസിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ബന്ധുക്കൾ ആരോപിച്ചതാണ്. പിതാവ് തന്നെ രാവിലെ പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ്. മുതിർന്നവർ ഉൾപ്പെടെ ഈ ആക്രമണത്തിലുണ്ടായിരുന്നു, ഈ സംഘർഷത്തിൽ അവരും ഭാഗമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ആരോപണം. ഇന്നലെ പ്രതികരിക്കുമ്പോൾ കൂടി പിതാവ് കൊട്ടേഷൻ സംഘത്തിൻ്റെ ഉൾപ്പെടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു, ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നും ആരോപിച്ചതാണ്. അതിനാൽ തന്നെ ഈ 5 പേരിൽ കൂടുതൽ പേരിലേക്ക് 5 പേരിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.